നമസ്കാരം. ഇന്ത്യൻ ലൈസൻസ് ഉണ്ട്, സൗദിക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അത് നിങ്ങളൊരു ഇന്ത്യൻ ലൈസൻസ് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗദിയിലോട്ട് ഹൗസ് ഡ്രൈവേഴ്സിൻ്റെ കാറ്റഗറി വേക്കൻസീസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് 23 വയസ്സ് മുതൽ നമുക്ക് ഏകദേശം ഒരു 40-42 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വേക്കൻസിയോട്ട് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് എന്തുണ്ടായാൽ മതി, ഒരു ഇന്ത്യൻ വാലിഡ് ലൈസൻസ് ഉണ്ടായാൽ മതി, LNV ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയർ ആവാൻ 1 മന്ത് 2 മന്ത് ഒക്കെ ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്രോക്സിമേറ്റ് നമുക്കൊരു വാലിഡിറ്റി 1 ഇയർ എങ്കിലും എന്തുണ്ടായിരിക്കണം, ഈ ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിതിൽ മെയിനായിട്ട് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1500 റിയാൽ ബേസിക് സാലറി, ഏകദേശം 37,000 40,000 അടുത്തുണ്ടാവും ഇന്ത്യൻ മണി. 1500 റിയാൽ ബേസിക് സാലറി പ്ലസ് അക്കോമഡേഷന്. അപ്പോൾ അത് നമുക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ കിച്ചൺ ഫെസിലിറ്റിയാണ് തരുന്നത്. ഓക്കെ, അതിൽ ഇപ്പോൾ ഏകദേശം ഒരു 80% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അറബികളും ഫുഡ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന അഗ്രിമെൻറ്റിൽ നമ്മൾ ഒരിക്കലും ഫുഡ് പറയത്തില്ല. അതൊരു 50-50 ചാൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഫുഡ് കിട്ടുന്ന ആളുകളുണ്ട്, പോയതിൽ ഭൂരിഭാഗം ആളുകളും ഫുഡ് കിട്ടുന്ന ആളുകളുണ്ട്. ഓക്കെ, ഒരു 1500 റിയാൽ സാലറി ഉണ്ടാവും, അതുപോലെ തന്നെ അക്കോമഡേഷൻ ഉണ്ടാവും, കിച്ചൺ ഫെസിലിറ്റി കാര്യങ്ങളുണ്ടാവും. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഹൗസ് ഡ്രൈവർ കാറ്റഗറി ആകുമ്പം പ്രത്യേകിച്ച് ആളുകൾക്കുള്ളൊരു സംശയം അല്ലെങ്കിൽ അവർക്കുള്ളൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടി ഓടിക്കുക, അതുപോലെ തന്നെ വണ്ടി ചെയ്യുക, അതിന് പുറമെ എന്തെങ്കിലും നമുക്ക് വർക്ക് കാര്യങ്ങളുണ്ടായിരിക്കും എന്നുള്ളൊരു പേടി പൊതുവെ എന്തുണ്ടാവും, പുതുതായിട്ട് ഹൗസ് ഡ്രൈവർ വേക്കൻസിക്ക് പോകുന്ന എന്തുണ്ടാവും, ഒരാൾക്ക് ഉണ്ടാവും. ഇതിൽ നമുക്ക് പ്രത്യേകം നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാൻ പറ്റുന്ന പറഞ്ഞാൽ, റിയാദിൽ നമ്മൾ എടുക്കുന്ന വർക്ക് എടുക്കുന്ന ഓഫീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നമുക്കുള്ള മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ അഗ്രിമെൻറ്റ് വിത്ത് അഗ്രിമെൻറ്റ് കൂടെയാണ് നമ്മൾ വിടുന്നത്. ഏകദേശം നിങ്ങളെ സാലറി വരിക പറഞ്ഞു കഴിഞ്ഞാൽ 1300 + 200 എന്നുള്ള കാറ്റഗറി ആയിട്ടായിരിക്കും കൊടുക്കുക. ടോട്ടൽ നിങ്ങൾക്ക് 1500 റിയാൽ തന്നെയാണ് സാലറി കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. ഇതിൽ നിങ്ങൾക്ക് വർക്കുകൾ, നിങ്ങളുടെ വർക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇന്ന വർക്കുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ, അതിൻ്റെ പുറമെ എക്സ്ട്രാ വലിയ വർക്കുകൾ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യും, മെൻഷൻ ചെയ്തിട്ട് അതിൽ എഴുതും കൂടെ ചെയ്യും. ഓക്കെ, ബൈ ചാൻസ് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പുറത്തുള്ള പണികളോ അല്ലെങ്കിൽ അവിടെ ബിൽഡിംഗ് പണികളോ കാര്യങ്ങൾ എടുപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പുതുതായിട്ട് ഒരു ഹൗസ് ഡ്രൈവർ വേക്കൻസിക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം പോകുന്ന ആളുകളായിരിക്കാം. ഇവർക്കൊരു മെയിൻ ഓപ്പർച്യൂണിറ്റി, മെയിൻ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗദി ലൈസൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, നമ്മൾ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഇൻ്റർനാഷണൽ ലൈസൻസ്, സൗദി ലൈസൻസ് പോലുള്ള ലൈസൻസ് ഏൺ ചെയ്യാന്നുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന VIP വീടുകളിൽ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരും മറ്റു രീതിയിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റ് പാസ്സാവാതിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരിക എന്നൊക്കെയുള്ള സംശയമുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പക്ക ലൈസൻസ് കാര്യങ്ങൾ കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 2 മന്ത് 3 മന്ത് എന്തായാലും ഒരു ഫ്രഷ് ഹൗസ് ഡ്രൈവർ ആകുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളെ ചെക്ക് ചെയ്യും. ഓക്കെ, നമ്മളവരെ ഒന്ന് പരീക്ഷിക്കും. കാരണം തുടർന്ന് നമ്മുടെ കൂടെ നിൽക്കേണ്ടവരാന്നുള്ള രീതി അവർക്കുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഏബിൾ ആണെന്നുള്ളത് അവർ നോക്കും. ഓക്കെ, ഫസ്റ്റ് ടൈം തന്നെ എന്ത് ചെയ്യില്ല, വണ്ടി തന്നിട്ട് വിടത്തില്ല. ഫസ്റ്റ് ഒരു 1 മന്ത് വണ്ടി കഴുകാനും അതുപോലെ തന്നെ അല്ലറ ചില്ലറ പണികളെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് വണ്ടി തരും, ബക്കാലയിൽ പോകാനും സൂപ്പർ മാർക്കറ്റിൽ പോകാനും കാര്യങ്ങൾ പോകാനും കുട്ടികളെ മദ്രസയിൽ കൊണ്ടുവിടാൻ, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഉണ്ടാവുക. ഓക്കെ, അത് ഫസ്റ്റ് തന്നെ ഒരിക്കലും വണ്ടി തരുന്ന പ്രതീക്ഷിച്ച് എന്ത് ചെയ്തൊരു ഫ്രഷ് ഹൗസ് ഡ്രൈവർ പോയത് 1 മന്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ടോ പെട്ടെന്ന് തന്നെ തരുന്ന അറബികളുണ്ട്. പക്ഷേ ഒരു 80% അറബികൾ എന്താണ്, നമുക്ക് ആദ്യം നമ്മൾ ട്രെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് വണ്ടി കാര്യങ്ങൾ തരത്തുള്ളൂ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൗസ് ഡ്രൈവർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മദ്രസ ഓട്ടം എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. മോർണിംഗിൽ അവരുടെ കുട്ടികൾ എന്ത് ചെയ്യേണ്ടി വരും, മദ്രസയോട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. പിന്നെ നമുക്ക് ടൈം ഗ്യാപ്പ് കാര്യങ്ങളുണ്ടാവും. തുടർച്ചയായിട്ട് ഓട്ടങ്ങളോ കാര്യങ്ങളൊന്നും വല്ലതും ഉണ്ടാകത്തില്ല. തുടർച്ചയായിട്ട് ഓട്ടങ്ങൾ, ലോങ് ഓട്ടങ്ങളിലോ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെയുണ്ട്, നമുക്ക് പ്രൊഡ്യൂഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗദി ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് വേക്കൻസി ഉണ്ട്. സൗദി ലൈസൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 23 വയസ്സ് മുതൽ ഏകദേശം 45 വയസ്സിലുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൗസ് ഡ്രൈവർ വേക്കൻസി തന്നെയാണ്. 45 വയസ്സിൻ്റെ മുകളിൽ തൊട്ട് നമുക്ക് ഏകദേശം 55 വയസ്സ് വരെ സ്പെഷ്യൽ അപ്രൂവൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. വേക്കൻസി നമ്മുടെ കയ്യിൽ റെഡിയുണ്ട്. ഇതിൽ സൗദി ലൈസൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സൗദി ലൈസൻസ് വാലിഡ് ആണെങ്കിലും പ്രശ്നമല്ല, എക്സ്പയർ ആണെങ്കിലും പ്രശ്നമല്ല. അതുപോലെ തന്നെ ഒറിജിനൽ ആണെങ്കിലും അതുപോലെ തന്നെ കോപ്പി ആണെങ്കിലും അതുപോലെ തന്നെ അപ്ഷർ കോപ്പി ആണെങ്കിലും എന്താണ്, നമ്മൾ അക്സെപ്റ്റബിൾ ആണ്. 1500 റിയാൽ തന്നെ പക്ക നിങ്ങൾക്ക് സാലറി കിട്ടും. പ്ലസ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ ആയിരിക്കും. അപ്പോൾ അതിന് കിച്ചൺ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഭക്ഷണം ഒരു 80% ഭക്ഷണം കിട്ടാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ
ഈ ഒരു 1800 റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കാണ് പറയുന്നത്. പോയിട്ട് 2 മാസം 3 മാസം കഴിഞ്ഞ് ചെയ്തു പോയി നമ്മൾ 2000 റിയാൽ സാലറി കിട്ടുന്നുണ്ട്, ഇപ്പോൾ 1900 കിട്ടുന്നുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ നിങ്ങളവിടെ ചെന്ന് നിങ്ങളുടെ നസീബ് പോലെയാണ്, നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഓക്കെ, 1800 റിയാൽ എന്തായാലും എന്തുണ്ടാവും, പക്കാ സാലറി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ, ഇപ്പോൾ ഇന്ത്യൻ ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്ര കാര്യമുള്ളൂ, നിങ്ങളുടെ CV കൃത്യമായിട്ടുള്ള CV പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. ഡ്രൈവറായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എവിടെ നിങ്ങൾ നാഷണൽ റേഞ്ചിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള എന്ത് ചെയ്യുക, പ്രത്യേകം CV കാണിക്കണം. അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക്, നിങ്ങളുടെ ഇന്ത്യൻ ലൈസൻസ്, അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും കൂടെ ഒരു സിംഗിൾ PDF ആക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് വീഡിയോ, ഓക്കെ, മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഒരു 3 മിനിറ്റെങ്കിലും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്തിട്ട് ഇതിനെ കൂടെ അയക്കണം. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകൾക്കും എങ്ങനെയാണ് ഡ്രൈവിംഗ് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഫസ്റ്റായിട്ട് ഒരു ഉള്ളിൽ നിങ്ങൾ ഒരാളെ ഇരുത്തുക. ഓക്കെ, നിങ്ങൾ ഇരിക്കുന്ന സെയിം സീറ്റിൽ തന്നെ ഫ്രണ്ട് സീറ്റിൽ ഒരാളെ ഇരുത്തിയിട്ട് ആളോട് വീഡിയോ പിടിക്കാൻ പറയാം. പിടിക്കുന്ന സമയത്ത് നിങ്ങൾ കാറിൽ കയറുന്ന തൊട്ട് കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് ഓടിക്കുന്ന തൊട്ട് എന്ത് ചെയ്യണം, ഫ്രണ്ടിലുള്ള നിങ്ങളുടെ വീഡിയോ പിടിച്ചിരിക്കുക. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു ട്രാവലിങ് തുടങ്ങി, ഏകദേശം കുറച്ച് റഷുള്ള ഏരിയകളിലൂടെയൊക്കെ എന്ത് ചെയ്യുക, വണ്ടി എടുത്ത് ഓടിക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് റെക്കോർഡായി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ തന്നെ സൈഡ് ആക്കുന്നതായിട്ടുള്ളൊരു വീഡിയോയും കൂടെ എന്ത് ചെയ്യുക, അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇത്രയും വീഡിയോ നമുക്ക് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഫാസ്റ്റസ്റ്റ് ഡ്രൈവിംഗ് അല്ല അത് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എത്രത്തോളം ഡിസിപ്ലിനായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടെന്നുള്ളതാണ് അറബികൾ നോക്കുക. മാക്സിമം 2 കൈയും സ്റ്റിയറിംഗ് വരുന്ന രീതിയിൽ. മോഡേൺ ട്രാവലിംഗ് പോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കൈ സ്റ്റിയറിങ്ങിലും ഒന്ന് മറ്റേ ഗിയറിലൊക്കെ നമ്മൾ ഉണ്ടാവുക, അങ്ങനെ എല്ലാ രീതിയിൽ തന്നെ 2 കൈയും സ്റ്റിയറിംഗിൽ പിടിച്ച് നല്ല മാന്യമായ രീതിയിൽ എന്ത് ചെയ്യുക, വണ്ടി ഓടിക്കുന്ന വീഡിയോ. ഓക്കെ, ഓടിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക, നല്ലപോലെ നീറ്റായിട്ട് ഓടിക്കുക. അതുപോലെ തന്നെ ഒരു 20 സെക്കൻഡിൻ്റെ നമുക്കൊരു ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരാളാണെങ്കിൽ മൈ നെയിം ഈസ് മജീദ്, ഐ എം വർക്കിംഗ് ഹിയർ ആസ് എ ഡ്രൈവർ, then now I am ready for working as a house driver in Saudi Arabia, 1500 Saudi Riyal salary plus accommodation provided kafil, inshallah I am ready for working house driver എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നീറ്റായിട്ട് നല്ല ഫ്ലുവൻറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു 20 സെക്കൻഡിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിലോട്ട് ഫോർവേഡ് ചെയ്യുക. വിത്തിൻ 2 അവറിനുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്രൂവൽ എടുത്ത് തരാൻ പറ്റും. ഓക്കെ, അപ്രൂവൽ എടുത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മെഡിക്കലിന് പോവുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റിട്ടേൺ ഹൗസ് ഡ്രൈവർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സംഗതികളൊന്നും ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ ഡ്രൈവിംഗ് വീഡിയോയോ അതുപോലെ തന്നെ മറ്റുള്ള ഒരു സംഗതികളും എന്തില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ CV ഉണ്ടെങ്കിൽ CV, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ വിസ, അതിന് മുൻപ് പോയിട്ടുണ്ട് വിസ അടിച്ച പേജ് ഉണ്ടെങ്കിൽ ആ പേജ്, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ നിങ്ങളുടെ സൗദി ലൈസൻസിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക്, ഇപ്പോൾ ഫ്രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, ഫ്രണ്ട് സൈഡ് മതി. അതുപോലെ ഇന്ത്യൻ ലൈസൻസും കൂടെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ആക്കിയിട്ട് അയക്കുക. അതുപോലെ തന്നെ ഒരു ഫുൾ സൈസ് ഫോട്ടോ, ഏജ് 45 എബോ ആണെങ്കിൽ ഫുൾ സൈസ് ഫോട്ടോ, 45 ബിലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഫോട്ടോയുടെ ആവശ്യവുമില്ല. ഓക്കെ, സ്പോട്ട് അപ്രൂവലാണ്. നിങ്ങൾ ഡോക്യുമെൻ്റ് അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്രൂവൽ കാര്യങ്ങൾ കിട്ടും, മെഡിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ₹1 പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്നില്ല. മെഡിക്കൽ കഴിഞ്ഞ് മെഡിക്കൽ ഫിറ്റായി നമ്മൾ മൊഫ ഇടാനൊക്കെ അറിയാം, നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. ആ സമയത്തൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു എക്സ്പെൻസ് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. മൊഫ കാര്യങ്ങളിട്ട് നമുക്ക് VFS എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടും. ഏകദേശം 10-12,000 രൂപയുടെ വർക്ക് നമ്മൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, VFS എന്നുള്ള സംഭവം കിട്ടുന്നത്, VFS അപ്രൂവൽ കിട്ടുന്നത്. ഈ VFS അപ്രൂവൽ കിട്ടി നിങ്ങൾ VFSന് വരുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ചെറുതായിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു അഡ്വാൻസ് എന്നുള്ള രീതിയിൽ പേയ്മെൻറ്റ് കൈ പിടിച്ചാൽ മതി. VFS കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡോക്യുമെൻറ്റ് വിസ സ്റ്റാമ്പിങ്ങിന് ബോംബെയിലോട്ട് ഫോർവേഡ് ചെയ്യും. വിത്തിൻ 50 ഡേയ്സ്, 15 to 20 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, വിസ കോപ്പി കിട്ടും. വിസ കോപ്പി കിട്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള റെഡി ആയിട്ടുള്ള ആളുകൾ, ഓക്കെ, കാരണം നമുക്ക് ടൈം പാസിന് ആരും എന്ത് ചെയ്യുന്നത്, മെസ്സേജ് കാര്യങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങളൊരാൾ മെസ്സേജ് ചെയ്യുന്നത് കാരണം മറ്റൊരാൾ പോകാൻ നിൽക്കുന്ന ഒരാളുടെ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവിടെ മിസ്സാവുന്ന, പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പറഞ്ഞ പോലെ ഫ്രഷ് ഡ്രൈവർ ആണെങ്കിൽ 1 by 1 ആയിട്ട് ഡോക്യുമെൻറ്റ്, വണ്ടി ഓടിക്കുന്ന വീഡിയോ, സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഓക്കെ, അപ്പോൾ റിട്ടേൺ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഏകദേശം ഇപ്പോൾ ഈ സ്കൂൾ ക്ലോസ് ചെയ്യുന്ന ടൈമായിട്ടുണ്ട് സൗദിയിൽ. ആ ഒരു ടൈമിലോട്ടാണ് എന്ത് ചെയ്യുക, ഹൗസ് ഡ്രൈവേഴ്സിന് കൂടുതലായിട്ട് നമുക്ക് എൻക്വയറീസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞ പോലെ ഫോർവേഡ് ചെയ്യുക. 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട്
നമുക്ക് പോകാൻ പറ്റും. ഫിംഗർ കഴിഞ്ഞാൽ തന്നെ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഗ്യാപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോകാനും കൂടെ പറ്റും. അപ്പോൾ റെഡി ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തോളൂ, ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ അയച്ചോളൂ. അധികം ലാഗോ കാര്യങ്ങളോ ഇല്ല. അയക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഡോക്യുമെൻറ്റ് ഫുള്ളായിട്ട് അയക്കണം. ജസ്റ്റ് ഹായ് അയച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വേക്കൻസിക്കാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ അയച്ചോളൂ, പെട്ടെന്ന് പോകാവുന്നതാണ്. ഓക്കെ.